ശ്രീ പാട്രിക്, എന്തായാലും 2 മന്ത്രിമാർ, തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധികളായിട്ട് 2 മന്ത്രിമാർ അല്പസമയം മുമ്പ് ലത്തീൻ അതിരൂപതയുടെ ആസ്ഥാനത്ത് എത്തി പിതാവിനെ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശനത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നും വ്യക്തമാക്കിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും അനുനയ ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആയിരിക്കാം. കാരണം പ്രാതിനിധ്യം എന്നത് ഒരു പദവിയല്ല, ഒരു സമൂഹത്തിനെ അംഗീകരിക്കുക, അവർക്ക് ഭരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. ആ പ്രാതിനിധ്യം മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ഏതൊരു വിഭാഗത്തെയും ഞങ്ങൾ ചെറുതാക്കി കാണിക്കാനോ അതല്ലെങ്കിൽ അവരോട് ഞങ്ങൾ മറ്റ് ഉദ്ദേശത്തോടു കൂടിയൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 2 മന്ത്രിമാർ വന്നു എന്ന് പറയുന്നു, കൃത്യം എനിക്കറിയില്ല. എന്നാൽ വൈകുന്നേരവും ഞാൻ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അവരെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ. അപ്പോൾ അത്തരത്തിലുള്ള തോന്നൽ വരുന്നത് കൊണ്ട് തന്നെയല്ലേ മന്ത്രിസഭയിലെ മന്ത്രിമാർ ബിഷപ്പ് ഹൗസിലെത്തുകയും പിതാവിനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ആലോചിക്കുകയും ഏറ്റവും കൂടുതൽ UDF-നെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകരും നേതാക്കളും ഉള്ളപ്പോൾ അവരെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിൻസെൻ്റ് 3 തവണയായി MLA ആണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തെ ഏക MLA ആണ്. അതോടൊപ്പം തന്നെ TJ വിനോദ് അവിടെ ഇപ്പം 3ാമത്തെ ടേമാണ്. ഇവർ 2 പേരും ഒരുപോലെ തന്നെ ഇതിന് അർഹതപ്പെട്ടവരായിരുന്നു. എന്നാൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിനകത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ല പാട്രിക്, ഒരു കാര്യം ചെയ്യാം. തിരുവനന്തപുരത്തെ തീരദേശത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ CP ജോണിനെ ഫിഷറീസ് ഏൽപ്പിച്ചാലോ? അത് ആരെ ഏൽപ്പിക്കുന്നത്? അതല്ല ഞാൻ ഇത് ഈ ലത്തീൻ അതിരൂപത വാശി പിടിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധി തന്നെയായിരിക്കണം ഫിഷറീസ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള. അല്ല എനിക്ക് തോന്നുന്നു CP ജോണും അതിന് യോഗ്യതയുള്ള ആൾ തന്നെയല്ലേ? യോഗ്യതയുണ്ട്, തീർച്ചയായിട്ടും. CP ജോൺ അവർക്ക് അതിൻ്റെതായ യോഗ്യതയുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആളാണ്. അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. അപ്പോൾ രൂപതയിൽ നിന്നും യുജിനച്ചൻ പറഞ്ഞത് എന്തായിരുന്നു? തീരദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ, അതിന് പ്രാപ്തിയുള്ള ആളുകളെ വെക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഒരാളുടെ കയ്യിൽ നിന്ന് മാറ്റണമെന്നോ അത് ഇന്ന ആൾക്ക് കൊടുക്കണമോ എന്നല്ല പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച വേറൊരു പ്രശ്നം അതിനുശേഷം പറഞ്ഞത് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കോൺഗ്രസിൽ ഞങ്ങളുടെ ആളുകൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്നുള്ള പ്രാതിനിധ്യം കിട്ടിയില്ല. ഒരു പ്രബല സമൂഹമായ ഞങ്ങൾ തീരദേശത്തെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലത്തീൻ കത്തോലിക്കരാണ്. ആ തീരദേശത്തെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കായിട്ട് കാണുന്നതും ലത്തീൻ കത്തോലിക്കരാണ്. ആ ലത്തീൻ കത്തോലിക്കരെ ഈ ഒരു സർക്കാരിൻ്റെ ഭാഗമാക്കാൻ, ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗത്തിനെ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്ന ആക്ഷേപമുണ്ടോ സഭയ്ക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരു അങ്ങ് നെഞ്ചിലേറ്റി നടക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് വളരെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളിപ്പോൾ മുസ്ലിം ലീഗ് അല്ലാതെ ഉള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ലത്തീൻ കത്തോലിക്കർക്കുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വലുതാണ്. ഞങ്ങളുടെ വിഴിഞ്ഞം സമരം നടക്കുന്ന സമയത്ത് പോലും പല ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾക്ക് കൂടെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ വലിയ പങ്ക് വഹിച്ചവരാണ് മുസ്ലിം സഹോദരങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലും വിഴിഞ്ഞം സമരത്തിൻ്റെ സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ഞങ്ങളെ വിളിച്ച് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ന്യൂനപക്ഷ രീതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് മുസ്ലിം ലീഗിൽ പെടുന്നവരല്ല കേട്ടോ. ഏതാ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗിന് കീഴിൽ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ എയിം ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ ആകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും ഈ ചർച്ചയിൽ മുസ്ലിം ലീഗിനെയാണ് നമ്മളല്ല നിങ്ങൾ എയിം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് ഞാൻ പറയാം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതിന് എവിടെ എന്ത് പറഞ്ഞിരുന്നാലും ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഇന്നലകളിലും ഇന്നും ഇനി നാളെ ആയിരുന്നാലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അല്ല, ഈ കരയുന്ന കുഞ്ഞിന് ഒരു അളവുണ്ടല്ലോ, ആ അളവിൽ പാല് കൊടുത്താൽ പോരെ?
എടുത്തോട്ടെ. ചിലപ്പോൾ കൂടുതൽ അധികം കുടിക്കുന്ന കുട്ടികളുമില്ലേ, ഓർക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അധികം കുടിക്കുന്ന കുട്ടികളുമില്ലേ. കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചു, അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കുടിച്ച് ഈ നമ്മൾ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് 1 റൗണ്ട് ഓടി, ഇന്നലെ നാളെ 3 റൗണ്ട് ഓടി, അത് എത്ര റൗണ്ട് കൂടുതൽ ഓടുന്നു അതനുസരിച്ച് സ്റ്റാമിന കൂട്ടും. അതിപ്പം പാർട്ടി അടിസ്ഥാനത്തിൽ വരുമ്പോൾ, ഒരു ഭരണ സംവിധാനത്തിൽ വരുമ്പോൾ അവർക്ക് എത്രമാത്രം കൂടുതൽ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രമാത്രം കൂടുതലായി അവർ ലഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തും. അതിനൊന്നും ഞങ്ങൾ തടസ്സമല്ല. ഞങ്ങളുടെ വിഭാഗത്തിന് ലഭിക്കേണ്ട ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ള കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു. ചിലപ്പോൾ മറ്റുള്ളവർ തുറന്നു പറഞ്ഞില്ലായിരിക്കാം, എന്നാൽ തുറന്നു പറഞ്ഞ അവസരങ്ങളുണ്ട് ഇവിടെ. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, തുറന്നു പറയുകയും അവരവരുടെ കൃത്യമായ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തവരുണ്ട്. എന്നാൽ കുറ്റപ്പെടുത്തിയവരുണ്ട്. അവരിന്നിപ്പോൾ വാമൂടി കെട്ടിക്കൊണ്ട് അവരുടെ ആളുകൾക്ക് വേണ്ടി അവസരങ്ങൾ മേടിക്കുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല, അതിലൊന്നും ഞങ്ങൾക്ക് പരിഭവമില്ല. എന്നാൽ ഞങ്ങളെ കൂടി പരിഗണിക്കണമായിരുന്നു. ആ പരിഗണന ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങളിവിടെ തുറന്നു പറഞ്ഞത്. ഞങ്ങൾക്ക് ആ പരിഗണന ലഭിക്കുമെന്നുള്ള ഉറപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പുകൾ ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം ഇപ്പോഴും ഉണ്ട്. അത് തീർക്കുവാനായിരിക്കും ഇപ്പോൾ ബിഷപ്പിനെ കാണാൻ ഇന്നലെ മുഖ്യമന്ത്രി വന്നതും അതോടൊപ്പം ഇപ്പോൾ മന്ത്രിമാർ വന്നതും ഒക്കെ ആയിരിക്കാം. അത് ആ പരിഭവം അവർക്ക് ഇത് തീർക്കട്ടെ. ഞങ്ങൾ അത് പറഞ്ഞത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പരിഭവം ഉണ്ടോ ഇല്ലയോ എന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഓക്കെ.